രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയൊക്കെ ഉറ്റുനോക്കുന്ന ഒന്ന് നിലമ്പൂർ മണ്ഡലമാണ് അല്ലേ? അപ്പോൾ നിലമ്പൂരിൽ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത്, കാരണം PV അൻവർ മത്സര സാധ്യത പൂർണ്ണമായും തള്ളിയിട്ടില്ല. ഇനി അൻവർ സ്വീകരിക്കുന്ന നിലപാട് ഇനിയിപ്പോൾ നാളെ ആകുമ്പോഴത്തേനും ഈ പത്രിക സമർപ്പിക്കാനുള്ള സമയമൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഇന്നത്തെ ദിവസം കുറച്ചുകൂടി നിർണായകമായിരിക്കും ഈ PV അൻവറിന്റെ കാര്യത്തിൽ. ഇന്നലെ രാത്രിയൊക്കെ അർദ്ധരാത്രി കഴിഞ്ഞുമൊക്കെയുള്ള കൂടിക്കാഴ്ചകളും മറ്റുമൊക്കെ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിലൊക്കെ അവിടെ ചർച്ചകളൊക്കെ നടന്നു. ഇനി സമവായത്തിന് എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിലമ്പൂരിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? BJPയുടെ BDJSന്റെ യോഗമുണ്ട്. നമുക്കപ്പോൾ നിലമ്പൂരിൽ ഇനി വളരെ വിശദമായി തന്നെ ആദ്യം പോകാം. പ്രചരണച്ചൂട് പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിൽ പ്രചരണച്ചൂടാണ്. LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലെത്തും. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളൊക്കെ. NDA സ്ഥാനാർത്ഥിയെയും ഇന്നറിയാം. PV അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ വീട്ടിലെത്തിയാണ് രാഹുൽ അൻവറിനെ കണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ആസിഫ് മുഹമ്മദും ഒപ്പം ശാന്തകുമാർ വെള്ളാലത്തും ചേരുന്നുണ്ട്. ആദ്യം ആസിഫിലേക്ക് പോകാം. ആസിഫ്, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ചിത്രമൊക്കെ ഇന്ന് എല്ലാം പൂർണ്ണമായും വെളിയിൽ വരും. കാരണം BDJSന്റെ സ്ഥാനാർത്ഥിയെ കൂടി ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നതോടെ പൂർണ്ണ ചിത്രം തെളിയും. പക്ഷേ പ്രഖ്യാപിക്കപ്പെട്ട 2 സ്ഥാനാർത്ഥികളും നല്ല പ്രചരണമൊക്കെ കാഴ്ചവെക്കും. ഇന്നലെ നമ്മളിപ്പോൾ ഈ M സ്വരാജിൻ്റെയൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ആരംഭിച്ച റാലിയൊക്കെ രാത്രി വൈകുവോളം നീണ്ടുപോയതും വഴിനീളെയുള്ള സ്വീകരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ എന്തൊക്കെയാണ് നിലമ്പൂരിലെ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിവിടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. BDJSന്റെ യോഗം നടക്കുന്നുണ്ട്. ഷൗക്കത്ത് പരമാവധി പേരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഇന്ന് നിലമ്പൂരിൽ എന്തൊക്കെയാണ് ആസിഫ് ഈ ഒരു ഞായറാഴ്ച ദിവസം? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. എന്തായാലും നിലമ്പൂർ പോര് അത് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ആവേശം നമുക്ക് ഒരു പക്ഷേ നേരത്തെ ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയും. കാരണം ഇന്നലെ LDFന്റെ ക്യാമ്പൊക്കെ ഇളക്കി മറിച്ചുകൊണ്ടാണ് സ്വരാജ് നിലമ്പൂരിലേക്ക് എൻട്രി ചെയ്തത്. പക്ഷേ ആ എൻട്രി ചെയ്തതിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു യാത്ര, അതിലും വൻ ജനാവലി അണിനിരക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇഞ്ചോട് ഇഞ്ച് ഞങ്ങൾ 2 പേരും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോ ഘട്ടത്തിലും ഇരു സ്ഥാനാർത്ഥികളും അവരുടെ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് മുഖ്യമന്ത്രി എത്തുകയാണ് M സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ. അതുകൊണ്ട് LDFന്റെ ക്യാമ്പ് വലിയൊരു ആവേശത്തിലാണ്. ഇന്നലെ M സ്വരാജ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് M സ്വരാജ് അവിടെ എത്തി അവിടെ ഒരു സ്വീകരണം നൽകി ബൈക്കുകളുടെയൊക്കെ അകമ്പടിയോടുകൂടി അങ്ങ് മുന്നോട്ട് പോകാൻ മാത്രമായിരുന്നു തീരുമാനിച്ചെങ്കിൽ പോലും അവിടെ വന്ന് തടിച്ചുകൂടിയ ജനങ്ങൾ, യുവാക്കളും വിദ്യാർത്ഥികളും അടക്കമുള്ള വലിയൊരു നീണ്ട നിര M സ്വരാജിനെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അത് അവിടെ നിന്നൊരു റാലിയായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം എത്തി. പ്രവർത്തകർ M സ്വരാജിൻ്റെ വാഹനത്തിനൊപ്പം നടന്നു നീങ്ങുന്നതിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു റാലിയായി M സ്വരാജിൻ്റെ എൻട്രി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. LDFന്റെ ക്യാമ്പിനെ സംബന്ധിച്ചോളം ഇത്രത്തോളം ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ 2 തവണ LDF സ്വതന്ത്രനായി PV അൻവർ വിജയിച്ചുവെങ്കിൽ പോലും ആ സമയത്ത് മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. CPI ഇടഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ LDFന്റെ ഓരോ പ്രവർത്തകനും ഇത്രത്തോളം ആവേശം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയെ സമ്മാനിക്കാൻ ഈ ക്യാമ്പിന് കഴിഞ്ഞിട്ടു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഹെലിക്യാമ്പ് ദൃശ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലമ്പൂരിൻ്റെ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന കാണാം. ഒരു സൈഡിൽ പച്ചപ്പും ഒരു
സൈഡിൽ നഗരവും ആ പച്ചപ്പിനിടയിലുള്ള നഗരവുമൊക്കെ ആയിട്ട് മലയോര കാഴ്ചകളുമൊക്കെ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ എല്ലായിടത്തും നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ, പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ ചർച്ചകൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ഈ മുന്നണികൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ചയാകുന്ന മണ്ഡലമാണ്. പി വി അൻവർ എന്ന് പറയുന്ന ആൾ ഒരു ഘട്ടത്തിൽ ആ ഒരു വിഷയമടക്കം വലിയ രീതിയിൽ ഉയർത്തി മലയോര ജനതയുടെ ഒരു പിന്തുണയൊക്കെ വാങ്ങി മുന്നോട്ട് പോയ ആളാണ് എന്ന് പറയാം. അതുകൊണ്ട് ആ ഒരു വിഷയങ്ങളൊക്കെ സജീവമായി ചർച്ചയായി മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇത്രത്തോളം രാഷ്ട്രീയ വിഷയം മുൻനിർത്തി ഇരു മുന്നണികളും അത് ഈ ഒരു സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ എല്ലാ ആവേശത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയെ കൂടാതെ നിരവധി നേതാക്കൾ ജില്ലയിലുണ്ട്. മന്ത്രിമാർ പലവരും ആളുകളും ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ഇന്ന് UDFിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയാണ് അത് നിർവഹിക്കുക. UDFിൻ്റെ എല്ലാ നേതാക്കളും വന്നും പോയും ഇരിക്കുന്നു. പല നേതാക്കളും ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഇത്തവണ ആര് വിജയിച്ചാലും അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു സൂചനയായി തന്നെ കാണുമെന്നുള്ളത് ഉറപ്പാണ്. BJPയുടെ ക്യാമ്പാണ് ഇപ്പോഴും ഒരു ആശങ്കയിൽ നിലനിൽക്കുന്നത്. മത്സരിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുമെങ്കിൽ പോലും BDJS ആണോ BJP ആണോ തുടങ്ങിയ കാര്യത്തിലേക്ക് ഇപ്പോഴും ചെറിയ ആശയക്കുഴപ്പമുണ്ട്. അത് ഇന്ന് ആശയക്കുഴപ്പം മാറി BJPയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രാദേശികമായ 3 നേതാക്കളുടെ പേര് വിവരങ്ങളാണ് ഉയർന്നു വരുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലമല്ല, അവർക്ക് വളരെ കുറഞ്ഞ ശതമാനം വോട്ട് കിട്ടുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ചിന്തയൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ വിട്ടുനിന്നാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്തായാലും മത്സരിക്കാമെന്നുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. മറ്റൊന്ന് അൻവറിൻ്റെ കാര്യമാണ്. അത് വിശദമായി ചന്ദ്രചേട്ടൻ പറയുമെന്ന് നമുക്ക് അറിയാം. അൻവർ ഇന്നലെ രാവിലെ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് പോകുന്നത് നമ്മൾ വൈകുന്നേരം കണ്ടു. പിന്നീട് UDF നേതാക്കളുമായി കൂടിക്കാഴ്ച, അങ്ങനെ പലതരത്തിൽ ഓരോ നിമിഷങ്ങളും സസ്പെൻസ് നിറഞ്ഞുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ കാണുമ്പോഴത്തേക്കാണ് നിലമ്പൂർ എന്ത് ഭംഗിയാണെന്ന്, അതിൻ്റെ ആ ഒരു ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര മനോഹരമായൊരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ഈ എല്ലാ കാലത്തും പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല, നിലമ്പൂരിനെ സ്വാധീനിക്കുന്ന പല 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 വിഷയങ്ങളുള്ളത്. ഇതുവരെ ഉള്ള നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകും. രാഷ്ട്രീയത്തിനപ്പുറം മറ്റു പല കാര്യങ്ങളും സജീവമായി ചർച്ചയാവുകയും സജീവമായ ആളുകൾ ഏറ്റെടുക്കുകയും അങ്ങനെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ഇന്ന് CPMൻ്റെയും ഒപ്പം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെ ഒക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് മണ്ഡലത്തിൽ എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ ആസിഫ്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ക്യാമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ PV അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇനി ഒരു നേതാക്കളും വിളിക്കണ്ട, ആരും കാണാൻ വരണ്ട, ചർച്ച ഇല്ല എന്നൊക്കെയുള്ള ഒരു നിലപാടാണ് ആദ്യം PV അൻവർ സ്വീകരിച്ചതെങ്കിലും വൈകുന്നേരം പിന്നീട് പിന്നോട്ട് പോകുന്ന അൻവറെ നമ്മൾ കണ്ടു. പിന്നോട്ടല്ല, ഈ തുടക്കം നിലമ്പൂരിലൊരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം തന്നെ ഈ ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാതെ പല നേരം പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന PV അൻവറിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി വൈകി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കൂടിക്കാഴ്ചയൊക്കെ നടത്തി. അപ്പോൾ ഇപ്പോഴും ഒരു സമവായത്തിന് അവിടെ സാധ്യത നിലനിൽക്കുന്നുണ്ടോ ശാന്തകുമാർ? ഈ നേതാക്കളൊക്കെ എത്തി വീണ്ടും അൻവറുമായി ചർച്ച നടത്തുമ്പോഴും ഇന്നലത്തെ KCയുടെയും സണ്ണി ജോസഫിന്റെയും അടൂർ പ്രകാശിന്റെയും ഒക്കെ വാക്കുകളിൽ നിന്ന് പോലും നമ്മൾ അത്തരത്തിലുള്ള സൂചനയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി PV അൻവർ ക്യാമ്പിന്റെ ഇന്നത്തെ നിലപാട് എന്താണ്? കാരണം മുൻ നിലപാടിൽ നിന്ന് വീണ്ടും ഒരു പിന്നോട്ട് പോക്കിലേക്ക് PV അൻവർ എത്തുമോ? ഇന്ന് സ്ഥാനാർത്ഥി ആകാം എന്ന കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം വരുമോ? എന്താണ് അൻവർ ക്യാമ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം ലീഗ് ഈ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു? സേതു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അത് PV അൻവറാണ് നിലമ്പൂർ മണ്ഡലത്തിൽ എല്ലാ കാലത്തും ശ്രദ്ധാകേന്ദ്രം. അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ പറയാം. കാരണം PV അൻവർ LDFിൻ്റെ ഒപ്പമായിരുന്നു. LDFിൻ്റെ രാജിവെക്കുന്നു. അത് LDFുമായി പിണങ്ങി മുഖ്യമന്ത്രിയുമായി വെല്ലുവിളിച്ച് CPMുമായി വെല്ലുവിളിച്ചുള്ള രാജി. അതിനുശേഷം നിലമ്പൂർ ഈ MLA സ്ഥാനം രാജിവെക്കുന്നു. തുടർന്ന് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത് മുതൽ ശ്രദ്ധാകേന്ദ്രമാണ് PV അൻവർ. അന്ന് ആര് മത്സരിച്ചാലും അതിനൊപ്പം ഉണ്ടാകും, UDFിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് അന്ന് ആദ്യം അൻവർ പറഞ്ഞിരുന്നെങ്കിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ആര്യടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചത് മുതൽ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാക്കിയെടുത്ത ഒരു നാളുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നു. അതായത് PV അൻവർ ഒരു പ്രതിസന്ധിയായി UDFിനെ അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിനെ ഇപ്പോഴും തുടരുകയാണ്.
തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം UDFന്റെ ഘടകകക്ഷിയാക്കാത്തത് തന്നെയാണ്. ആ ഘടകകക്ഷിയാക്കണം എന്നുള്ള ഒരൊറ്റ ആവശ്യം മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് അതുപോലെ തന്നെ PV അൻവറിന് ആവശ്യമുള്ളത്. ആ ആവശ്യം നിറവേറ്റാത്തതാണ് ഇപ്പോൾ UDFന്റെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്നലെ വീണ്ടും ഒരു ശ്രമം നടക്കുന്നു. കാരണം ഇന്നലെ പകൽ മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാവിലെ PV അൻവർ വാർത്താസമ്മേളനം നടത്തി. ഇനി VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇല്ല എന്ന പ്രഖ്യാപനം നടത്തി. ഇനി ആരുമായി ചർച്ചയ്ക്കില്ല, ഇല്ലെങ്കിൽ ആരുമായി ഒരു ടെലിഫോൺ സംഭാഷണത്തിന് പോലും ഇല്ല എന്ന് പറഞ്ഞ PV അൻവർ പക്ഷേ ഉച്ചയോടുകൂടി മത്സര രംഗത്തേക്ക് തന്നെ വന്നേക്കാം, തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തേക്ക് തന്നെ വന്നേക്കാം എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ വാർത്തയും ചർച്ചയും ആകുന്നതോടുകൂടി തന്നെയാണ് ഇന്നലെ രാത്രി 11:45 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരിട്ടെത്തി PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ച ഒരു പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളതെല്ലാം അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വ്യക്തമാക്കുമായിരിക്കും. പക്ഷേ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണ്, അല്ലെങ്കിൽ UDFിനെയാണ്, UDF ക്യാമ്പിനെയാണ്. കാരണം PV അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ സ്വാധീനമുണ്ട് എന്നുള്ളത് കോൺഗ്രസിനും അതുപോലെ തന്നെ UDFിനും എല്ലാം വ്യക്തമായി അറിയാം. ആ സ്വാധീനം അത് ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയത്തെ ബാധിക്കും എന്നുള്ളതിലെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം എതിർപക്ഷത്ത് സ്ഥാനാർത്ഥിയായി ശക്തനായ ഒരു നേതാവിനെ CPM എത്തിച്ചിരുന്നു, M സ്വരാജിനെ. അത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ കാണുമ്പോൾ തീർച്ചയായും അത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ കടന്നു പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ എന്നുള്ളത് പരിഹരിക്കാൻ ഉള്ള എല്ലാ വഴികളും ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഒരു യുവ നേതാവ് ആദ്യം പോയി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പോയി അൻവറുമായി സംസാരിക്കുന്നു, ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ഒരു ഫലം കാണുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. കാരണം നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ആ അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക ശാന്തകുമാർ പറഞ്ഞ പോലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. നാളെ അവസാന ദിവസമാണ്. അപ്പോൾ PV അൻവറിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യത്തിലും ഇന്നൊരു തീരുമാനമാകും. അൻവർ വീണ്ടും അയയുകയാണോ, ഒരു സമവായത്തിലേക്ക് അൻവർ എത്തുകയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്ന് നിലമ്പൂരിൽ സത്യം പറഞ്ഞാൽ 3 മുന്നണികളെ സംബന്ധിച്ച് ഇന്ന് അവിടുത്തെ വോട്ടർമാരെ കൂടുതൽ ആവേശത്തിലാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ശാന്തകുമാർ വെള്ളാലത്തും ഒപ്പം തന്നെ ആസിഫ് മുഹമ്മദുമാണ് നിലമ്പൂരിൽ നിന്ന് ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.